പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ ഇരട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം. സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ അടുത്ത മാസം തുടങ്ങും. ആദ്യ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പ്രതി ചെന്താമര. പരമാവധി ശിക്ഷ വധശിക്ഷ നൽകണമെന്നാണ് സുധാകരന്റെ കുടുംബത്തിന്റെ മകളുടെ ആവശ്യം. ഇവിടെയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഉച്ചയോടെ നാടിനെ ഒന്നാകെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. ആ നടുക്കത്തിൽ നിന്ന് സുധാകരന്റെ മക്കൾ ഉൾപ്പെടുന്ന കുടുംബവും ആ നാട്ടുകാരും മോചിതരായിട്ടില്ല. കൊടും ക്രിമിനലായ ചെന്താമര ഇല്ലാതാക്കിയത് ഒരു നാടിന്റെ മുഴുവൻ സമാധാനമാണ്. സുധാകരൻ ലക്ഷ്മി ദമ്പതികളുടെ മക്കൾ അഖിലയും അതുല്യയും ഇന്ന് തങ്ങളുടെ ജന്മസ്ഥലമായ പോത്തുണ്ടിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇരുട്ട് കലർന്ന ആ നാൾ മറക്കാൻ ആഗ്രഹിക്കുകയാണ് ആ യുവതികൾ. കൊല്ലപ്പെട്ട സുധാകരന്റെ വീട് ഇന്ന് പ്രേതാലയമായി മാറി. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വീടിന്റെ പരിസരം മുഴുവൻ കാടുമൂടിയ നിലയിലാണ്. എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ ഇതാക്കണം. ഇത്രയും 3 പേരിനെയും ഇതാക്കിയിട്ട് അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്തായാലും തൂക്കുകയർ തന്നെ കിട്ടണം. ഇനി അമ്മയുടെ കേസിലെ വിധി വന്നു, അതേപോലെ നല്ല ശിക്ഷ തന്നെ ഇനി അയാൾക്ക് കിട്ടണം. എന്താ കേട്ടോ, ഇരുട്ടാകുമ്പോഴേക്ക് പേടിച്ചിട്ട് പടിയിലും അതിലൊക്കെ പൂട്ടിയിടുകയാണ്. എന്തായാലും കേട്ടോ പേടിച്ച് കിടുകിട് വിറക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. ചെന്താമര ജയിലിലാണെങ്കിലും അന്നുണ്ടായ ഭയം കാരണം ഒരു കുടുംബം ബോയൻ നഗറിൽ നിന്ന് മാറിപ്പോയി. ആരും സുധാകരന്റെ വീട് വാങ്ങാനും തയ്യാറല്ല. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ തേടി പോലീസ് സംഘവും ഒരു നാടും അലഞ്ഞു നടന്നതും ഈ നാട്ടുകാർ മറന്നിട്ടില്ല. ദുഃഖവും ഭയവും കലർന്ന ഓർമ്മകൾ പേറി ഒരു നാട് ജീവിക്കേണ്ടി വരുന്നത് വലിയ ദുരവസ്ഥ തന്നെയാണ്. ഇരട്ടക്കൊലപാതക കേസിൽ അടുത്ത മാസം 25-ന് വിചാരണ ആരംഭിക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.